നമുക്ക് എല്ലാവർക്കുള്ള ഏറ്റവും വലിയൊരു പേടിയുള്ള കാര്യം നമ്മൾ എന്ത് കാര്യങ്ങളും ഒറ്റയ്ക്ക് പോയിട്ട് നേരിടുക എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കര ഫിയർ ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം തൊട്ടാണെങ്കിലും സ്കൂളിലും കോളേജ് ലൈഫ് എല്ലാത്തിലും എനിക്ക് ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് എപ്പോഴും വേണം. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര എക്സ്ട്രീം പേടിയുള്ള ഒരാളായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തനിച്ച് ചെയ്യാനും ഒറ്റയ്ക്കാണ്. എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കാണ്. ഞാനത് പ്രൗഡായിട്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിനോട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അത് എപ്പോഴും ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ അച്ഛൻ, പാരൻസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും നമ്മൾ ലൈഫിൽ എപ്പോഴും ഒറ്റയ്ക്കാണ് പൊരുതുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് പൊരുതുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഇതിലൂടെ ഒരു പാലത്തിലൂടെ നടന്നു. പാലം മീൻസ് തെങ്ങിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്ന് പോകും. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടില്ലേ, അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഴും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ബാലൻസ് പിടിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അപ്പുറത്തെത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫും അങ്ങനെ കേട്ടോ. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ തനിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ എല്ലാം മുൻകൂട്ടി എല്ലാം എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സക്സസ് ആയിട്ടെത്തും. നമ്മൾ അതിനിടയ്ക്ക് ഒത്തിരി പേര് കൂട്ടുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ വിഷമങ്ങളാണെങ്കിലും നമ്മുടെ സന്തോഷമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ, എന്തായിക്കഴിഞ്ഞാലും അവർ അത് മനസ്സിലാക്കുന്നത് അവരുടേതായ ശൈലിയിലാണ്. നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ആരോടും പറയാത്തതുണ്ടാകും. നമ്മൾക്ക് അത്രയും ഇൻറ്റിമസി ആയിട്ട് നമ്മളൊരു പാർട്ട്ണർ ഉണ്ടെങ്കിലും നമ്മൾക്ക് പാരൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് ആരോടും പറയാത്ത നമ്മുടെ ഉള്ളിലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. അതാണ് നമ്മൾ പേഴ്സണലി നമ്മളെല്ലാവരും നമ്മുടെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ ലൈഫിന് ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുക. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഒന്നിലും നിങ്ങൾ എന്നിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ ഒരാളോട് സംസാരിക്കാൻ പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. സ്കൂളിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും ഒരു ആവറേജ് മാർക്ക് വാങ്ങിയിട്ടായിരുന്നു. കാരണം എനിക്കെല്ലാം ഫിയറാണ്. എക്സാം ഫിയർ ആയിരുന്നു, എനിക്കൊരു ബസ് കയറാൻ ഫിയർ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിയർ എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ആയിരുന്നു. കാരണം ആൻസൈറ്റി പോലുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് കടന്നുപോയ ഒരാളാണ്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒറ്റയ്ക്ക് പൊരുതി വന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങളടുത്ത് പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയും എക്സ്ട്രീം ഫിയറിലുണ്ടായിരുന്ന ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടോ അമ്മയോടോ, അന്നത്തെ കാലത്ത് നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി, നമുക്കൊന്നും അച്ഛനും അമ്മയോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും സ്വയം ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണ് എൻ്റെ സെൽഫ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഭയങ്കര പ്രൗഡാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂമെൻറ്റിൽ ഇരിക്കുന്ന നമ്മൾ ഭയന്ന്, നമ്മുടെ മുമ്പിലുള്ള സക്സസിനെ ഭയന്ന്, അതേപോലെ നമ്മുടെ മുമ്പിൽ പലതിനെയും ഭയന്ന് നമ്മൾ ഇങ്ങനെ ഫിയർ ആയിട്ട് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇൻഡിവിജ്വലാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് വേണം പൊരുതി മുന്നോട്ട് പോകാനുള്ളത്. അത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റ് തൊട്ടാണ് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ പൊരുതി, നമ്മളൊരു ടീച്ചറുടെ അടുത്ത് നമുക്ക് തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കൊളീഗിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ ഭയന്ന് ഒത്തിരി ആൾക്കാർക്ക് സപ്പോർട്ട് ചോദിച്ചാൽ പോകണമെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം. നമ്മൾ ഡയറക്റ്റ് ഒരു കാര്യം നമ്മൾ ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രോബ്ലങ്ങളാണ് നമുക്ക് എല്ലാം ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെ എപ്പോഴും പ്രശ്നത്തിലെത്തിക്കുന്നത്. അപ്പോൾ എപ്പോൾ തൊട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നിൽ നമ്മൾ എന്ത് ഫേസ് ചെയ്യാൻ വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് അതിനെ പൊരുതാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോഴാണ് നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് നമ്മുടെ സെൽഫിനെ തന്നെയാണ്. നമ്മളെ മനസ്സിലാക്കുന്ന പോലെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ വേണേ.